മുഅ്മിനാത്തുകളെ, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസത്തിലാണ് മഹല്ലിൻ്റെ പേരിൽ ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും മുതിർന്നവരും പ്രായമായവരും പ്രായമാകാത്തവരും ആരോഗ്യമുള്ളവരും ആരോഗ്യമില്ലാത്തവരും എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. എല്ലാരെപ്പറ്റിയും ഓരോ വാക്കെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അതൊരു കോലത്തിലാവൂല എന്നതുകൊണ്ട് എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുട്ടികളെപ്പറ്റി പറയാതെ നിർവാഹമില്ല, വയസ്സന്മാരെ പറ്റി പറയാതെ തീരെ നിർവാഹമില്ല. യുവാക്കളെപ്പറ്റി പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പോകാനയക്കൂല. പിന്നെ ഇപ്പം ആകെയുള്ളത് കുടുംബിനികൾ, കുടുംബനാഥന്മാർ, സ്ത്രീകൾ, അവരാണ്. അവരെന്തായാലും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് വിഷയവുമാണ്. അപ്പോൾ പിന്നെ ഞാൻ എല്ലാം കൂടിയും കൂട്ടിക്കലർത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ്. കുട്ടികൾ നന്നാവണം എന്ന് ആഗ്രഹമില്ലാത്ത ആരും ഇപ്പോൾ ഈ സദസ്സിൽ വന്നിട്ടുണ്ടാവും എന്ന് എനിക്ക് അഭിപ്രായമില്ല. സദസ്സിൽ വന്നിട്ടുണ്ടാവില്ല എന്ന് മാത്രമല്ല, പുറത്തുക്കണവർക്കും അഭിപ്രായം ഉണ്ടാവില്ല കുട്ടികൾ നന്നാവുമൊന്നും വേണ്ടാന്ന്. എല്ലാവർക്കും അഭിപ്രായം നന്നാവണം എന്ന് തന്നെ ഇക്കാരം. പക്ഷെ നന്നാവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതാണ്. കേട് വന്നതിൻ്റെ കണക്ക് നിരത്തിയിട്ടൊരു കാര്യമില്ല. ഇന്നോടത്ത് 12 ആൾ കേട് വന്നിട്ടുണ്ട്, മറ്റോടത്ത് 22 ആൾ കേട് വന്നിട്ടുണ്ട്. കേരളത്തിൽ മൊത്തത്തിൽ 2000 ആൾക്കാർ കേട് വന്നിട്ടുണ്ട്. ഒരു കാര്യമില്ലല്ലോ. നന്നാവാൻ എന്താ വേണ്ടതെന്ന് ആലോചിച്ചിട്ടേ കാര്യമുള്ളൂ. നന്നാവാത്ത ആരുമില്ല എന്നുള്ളതാണ്. മനുഷ്യൻ നന്നാകുന്നവനാണ്. മനുഷ്യൻ നന്മയിലേക്ക് മുന്തി നിൽക്കുന്നവനും ജിന്ന് തിന്മയിലേക്ക് മുന്തി നിൽക്കുന്ന വിഭാഗമാണ്. ജിന്നുകൾ നന്നാവാൻ പ്രയാസമാണ്, മനുഷ്യൻ നന്നാവാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് എല്ലാ മനുഷ്യന്മാരും നന്നാവും. ചില ആൾക്കാർ പറയും യുവാക്കൾ നന്നാവൂല. യുവാക്കളോട് യുവാക്കളുടെ ഭാഷയിൽ സംസാരിച്ചാൽ അവർ നന്നാവും. ഇവിടെ ഒരു 3-4 കസാല ഉണ്ട്. അപ്പോൾ കുറച്ച് ആളുകൾ ഇങ്ങനെ ബാക്കിലുള്ളവർ അങ്ങോട്ട് കയറി ഇരിക്കുകയാണെങ്കിൽ ബാക്കിൽ സ്ഥലക്കമ്മി നിർത്താൻ പറ്റും ചെയ്യും. പിന്നെ ആ കസാല ഇങ്ങനെ ഒഴിഞ്ഞടക്കണത് ഒരു ഭംഗി കേട്. അതൊക്കെ ഇടയിലിടയിൽ എവിടെങ്കിലും ആണെങ്കിൽ ഒരു രസം ഉണ്ടായിരുന്നു. ഒരുത്തുള്ളിൽ കുറേ കസാല ഒഴിഞ്ഞടക്കാവുമ്പോൾ ആ തെങ്ങും വന്ന് തേങ്ങ ഇടാൻ മറന്നിട്ടൊന്നുമില്ലല്ലോ, തലയിൽ വീഴുന്ന് കരുതിയിട്ടൊന്നും അല്ലല്ലോ ആൾക്കാരവിടെ വന്നിരിക്കാത്തത്. എന്താണെന്നറിയില്ല. പിന്നെ പെണ്ണുങ്ങൾ ഏകദേശമൊക്കെ ഫുള്ളാക്കി ഇരുന്ന് കാണാണ്ട് പിന്നെ വല്ലാതെ ഞാൻ നോക്കണമില്ല. കുറച്ചൊക്കെ ഓരോ നോട്ടം ഇടക്ക് ഇങ്ങനെ നോക്കാനൊക്കെ അല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഓല് ഇന്നേതായാലും നല്ല നോക്കുന്നുണ്ട് എന്ന് മനസ്സിലായിട്ട് കർട്ടൻ കാത്തി കെട്ടാനൊക്കെ അവിടുന്ന് നിർദ്ദേശം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നല്ല വിഷയം. ഇപ്പം നമ്മൾ എല്ലാവരും കൂടിയിട്ട് ചില മാറ്റങ്ങൾക്ക് തയ്യാറാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഭാഗം. അപ്പോൾ ഒന്ന് ഉഷാറായിട്ട് എല്ലാവരും നേരങ്ങത്തിലിരുന്നാൽ നമുക്ക് അങ്ങോട്ട് പറഞ്ഞു തുടങ്ങാം. ചിലവർ പറയും കുട്ടികൾ നന്നാവാൻ വാപ്പയാണ് നോക്കേണ്ടത്, ചിലവർ പറയും മക്കൾ നന്നാണെങ്കിൽ ഉമ്മയാണ് നോക്കേണ്ടത്. ഞാൻ പറയണത് ഉമ്മയും വാപ്പയല്ല നോക്കേണ്ടത്, വല്ലിപ്പയാണ് നോക്കേണ്ടത് എന്നാണ്. കുട്ടികൾ നന്നാവാൻ ഉമ്മയും നോക്കിയാൽ പോരാ, വാപ്പയും നോക്കാൻ പോരാ, വല്ലിപ്പയാണ് നോക്കേണ്ടത് എന്നാണ് ഞാൻ പറയണത്. ഇനി അതിൻ്റെ മേലെ വാപ്പ ഉണ്ടെങ്കിൽ വല്ലിപ്പാൻ്റെ വാപ്പയും നോക്കണം. ഇനി അതിൻ്റെ മേലത്തെ വാപ്പാനെ ഓർമ്മ ഉണ്ടെങ്കിൽ മൂപ്പരും നോക്കണം. ഒരാൾ നന്നായാൽ ഏറ്റവും ചുരുങ്ങിയത് അതിൻ്റെ ഗുണം അനുഭവിക്കുന്നത് 3 തലമുറയായിരിക്കും എന്നാണ്. നമ്മളീ അനുഭവിക്കുന്ന പോരിശൊന്നും നമ്മളെ കൊണ്ടുണ്ടായതല്ല, നമ്മളെ വാപ്പാനെ കൊണ്ടുണ്ടായതല്ല, നമ്മളെ കുടുംബ പരമ്പരയിലെ ഏതോ ഒരു മനുഷ്യൻ നല്ല നിലക്ക് ജീവിച്ചതുകൊണ്ട് കിട്ടിയ ഗുണമാണ്. ഒരാൾ സ്വാലിഹായി ജീവിച്ചാൽ അതിൻ്റെ ഗുണം ഏറ്റവും ചുരുങ്ങിയത് 3 തലമുറക്കാണെന്ന് മൂസ നബി അലൈഹിസ്സലാം ഖിളിർ അലൈഹിസ്സലാമിൻ്റെ കൂടെ യാത്ര ചെയ്തപ്പോൾ മതിൽ നന്നാക്കി കൊടുത്ത കുട്ടികളുടെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാവും. സയ്യിദുനാ മൂസ അലൈഹിസ്സലാമും സയ്യിദുനാ ഖിളിർ അലൈഹിസ്സലാമും കൂടി ഒരിക്കൽ യാത്ര ചെയ്തു. 3 അത്ഭുത സംഭവങ്ങൾ ഉണ്ടായതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം
ഏതാനും മക്കളുടെ മതിൽ ചാടാൻ നിന്നിരുന്നത് ഖിളിർ അലൈഹിസ്സലാം നേരാക്കി കൊടുത്തപ്പോൾ മൂസാ നബി ചൂടായി. നിങ്ങൾക്കെന്താ കോൺട്രാക്ടർ പണിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ കരാറൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചിട്ട് ചെയ്താൽ മതിയായിരുന്നില്ലേ? എന്നാൽ ഭക്ഷണത്തിന് ഒരാളെ മുമ്പിൽ കൈ നീട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്നാണ് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞത്. അപ്പൊ പറഞ്ഞു, ഞാൻ ആ മതിൽ നന്നാക്കി കൊടുക്കാൻ ചില കാരണങ്ങളുണ്ട്. അത് പട്ടണത്തിൽ താമസിക്കുന്ന യത്തീം കുട്ടികളുടെ മുതലാണ്. വക്കാന അബൂഹുമാ സ്വാലിഹ, ഓല വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു. ആ ആയത്തിന്റെ തഫ്സീറിൽ കാണും, ഖിളിർ അലൈഹിസ്സലാം ഉദ്ദേശിച്ച വാപ്പ ഈ കുട്ടികളുടെ നേരെ വാപ്പാനെ പറ്റിയിട്ടായിരുന്നില്ല, അവരുടെ മൂന്നാമത്തെ വല്ലിപ്പാനെ കുറിച്ചായിരുന്നു ഉദ്ദേശിച്ചത് എന്ന് കാണാം. അപ്പൊ വല്ലിപ്പാന്റെ ഗുണം പേരക്കുട്ടിക്കുണ്ടാവും. വാപ്പ നോക്കണം, ഉമ്മ നോക്കണം, വല്ലിപ്പ നോക്കണം, വല്യമ്മ നോക്കണം, എല്ലാവരും ശ്രദ്ധിക്കുമ്പോഴാണ് കുടുംബം നേരാകുക, മക്കൾ നേരാകുക. ജന്മന എല്ലാവരും നല്ലവരാണ് എന്നാ. നന്നാവാൻ കാരണം വേണ്ട, കേടുവരാനാണ് കാരണം വേണ്ടത്. ചിരിക്കാൻ കാരണമാണ് കാരണം. ഒരു കുട്ടി ചിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്താപ്പാ കുട്ടി ഇങ്ങനെ ചിരിക്കണെന്നാവോ, ആശുപത്രി കൊണ്ടുപോയി നോക്കട്ടെ എന്ന് പറയില്ല. ഒരു കുട്ടി കരയാണെങ്കിൽ നമ്മൾ പറയും, പഠിച്ചോനെ വയറുവേദന ഉണ്ടായിട്ടാന്നാവോ, അതോ ചെവി വേദന ഉണ്ടോന്നാവോ, അതോ കുട്ടിക്ക് തലവേദനറ്റുണ്ടോന്നാവോ, ഒന്ന് കൊണ്ടുപോയി നോക്കട്ടെ എന്ന്. ചിരിക്കാൻ കാരണം വേണ്ട, കരയാൻ കാരണം വേണം. നന്നാവാൻ കാരണം വേണ്ട, കേടുവരാൻ കാരണം വേണം. ഇന്നോർത്ത് ഇന്നാലിന് മനുഷ്യൻ നന്നായിട്ടുണ്ട് ഇത്ര, എന്തേന്നാവോ ഓപ്പ അങ്ങനെ നന്നായത് എന്ന് ആരും ഒരു അത്ഭുതം പറയാറില്ല. നന്നാവൽ അത്ഭുതമുള്ള കാര്യമല്ല, നന്നാവാൻ ഒരു കാരണവും ആവശ്യമില്ല. കേടുവരാൻ കാരണം വേണം. ഇന്നോർത്ത് ഇന്നാലിനൊരു മനുഷ്യണ്ട്, ഓൻ്റെ വാപ്പി വല്ലിപ്പൊക്കെ പള്ളിക്കമ്മറ്റിയിലുണ്ടായിരുന്നു, ഓ എങ്ങനെ കുരുത്തം കെട്ടോനായത് എന്നാവോന്ന്. കേടുവരാനാണ് കാരണം, നന്നാവാൻ ഒരു കാരണവുമില്ല. മനുഷ്യൻ ജന്മനാ നല്ലോനാണ്, കേട് വരുത്താതിരുന്നാൽ മതി. ജന്മനാ മനുഷ്യന് കൊള്ളക്കാരൻ്റെ കുട്ടിയാണെങ്കിലും സ്വാലിഹായിട്ടാണ് ജനിക്കുക. നമ്മൾ ഇതുവരെ എവിടുന്നും പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ല, തെക്കേതിലെ കൊള്ളക്കാരന് കുട്ടി ഉണ്ടായിട്ടുണ്ട്, കുട്ടി പെരുങ്കള്ളനാണ്, നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല. തെക്കേതിലെ നമ്മളാ കള്ളല്ലേ, ഓൻ്റെ അല്ലെങ്കിൽ വടക്കേതിലെ മറ്റേ ചെങ്ങായില്ലേ കള്ളുടിയാന്, ഓനൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട്, കുട്ടി എന്തോ ഒരു നല്ല മനുഷ്യന്നേ പറയുള്ളൂ. ഒരു കുട്ടിയും ജന്മന കള്ളുകുടിയാനല്ല, ഒരു കുട്ടിയും ജന്മന കൊള്ളക്കാരനല്ല, ഒരു കുട്ടിയും ജന്മന പെണ്ണുപിടിയാനല്ല, ഒരു കുട്ടിയും ജന്മന മോശക്കാരനല്ല. നന്നാവാൻ ഒരു കാരണം വേണ്ട, കേടുവരുത്താൻ ഞാൻ മതി. കുട്ടികൾക്ക് ജന്മന കളവ് പറയാൻ കഴിയില്ല എന്നാണ്. ജന്മന ആർക്കും കളവ് പറയാൻ കഴിയില്ല. പെരയിൽ വന്നിട്ട് വാപ്പ ഉണ്ടോയെന്ന് ചോദിച്ചാൽ കുട്ടികൾ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. അകത്ത് ഒളിച്ചിരുന്നിട്ട് ഇല്ല എന്ന് പറയണമെങ്കിൽ കുട്ടിനെ നേരത്തെ സെറ്റ് ചെയ്യണം. പിന്നെ മോനെ പലരും ഇവിടെ വരാൻ സാധ്യത ഉണ്ട്, അബ്ദുറഹ്മാനെങ്ങാനും വന്നാൽ വാപ്പ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടോ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചെങ്കിലേ വാപ്പ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ കഴിയുള്ളൂ, ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഉണ്ട് എന്നും ഇല്ലെങ്കിൽ ഇല്ല എന്നേ പറയുള്ളൂ. കുട്ടികളുടെ ഉത്തരം കറക്റ്റായിരിക്കും. നുണ പറയാൻ ജന്മന കുട്ടികൾക്ക് കഴിവില്ല എന്ന് പറഞ്ഞാൽ ഞമ്മക്കാർക്കും കഴിവില്ല. നമ്മളൊക്കെ ചെറുതായിട്ട് വലുതായതാണ്. ആരും പാറമ്മ പൊട്ടിമുളച്ചതല്ല, എടവണ്ണപ്പാറയല്ല ഞാൻ ഉദ്ദേശിച്ചത്, കരിങ്കലിൻ്റെ പാറയാണ് ഉദ്ദേശിച്ചത്. ആരും പാറമ്മ പൊട്ടിമുളച്ചതല്ല, എല്ലാവരും ചെറുതായിട്ട് വലുതായതാണ്. ആർക്കും ജനിച്ചപ്പോൾ നുണ പറയാൻ കഴിഞ്ഞിരുന്നില്ല, എല്ലാവർക്കും ജനിച്ചപ്പോൾ സത്യം പറയാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ സത്യം പറയാൻ പഠിക്കാനില്ല, നുണ പറയാനാണ് പഠിക്കാനുള്ളത്. വക്കീലാകുക, കളവ് പറയാനാണ് തോനെ പഠിക്കാനുള്ളത് എന്ന്. സത്യം പറയാൻ ഒന്നും പഠിക്കാനില്ല, ഉള്ള മാതിരിയാണ് പറഞ്ഞാൽ മതി. നുണ പറയണമെങ്കിൽ നല്ലോണം പഠിക്കണം. ഒരു കളവ് പറയണം, പിന്നെ ആ കളവ് അടക്കാൻ മറ്റൊരു കളവ് പറയണം, പിന്നെ ആ കളവ് അടക്കാൻ വേറൊന്ന് പറയണം. അങ്ങനെ കളവ് പറയാൻ നല്ല വിദ്യാഭ്യാസം വേണം. സത്യം പറയാൻ ഒരു വിവരം വേണ്ട, ഉള്ളതുള്ള മാതിരി പറയണേനാണ് സത്യം പറയാന്ന് പറയണത്. അപ്പൊ കേടുവരാനാണ് തോനെ പഠിക്കാനുള്ളത്, നന്നാവാൻ കൂടുതൽ പഠിക്കാനൊന്നുമില്ല. ജനിച്ച മാതിരി അങ്ങനെ ജീവിച്ചാൽ നല്ലോനാണ്. എല്ലാ കാര്യവും ഇങ്ങനെ എടുത്തോളി. കുട്ടികൾക്ക് ആരോടും ദേഷ്യമില്ലല്ലോ, എല്ലാരെ കണ്ടാലും ചിരിക്കും, എല്ലാരെ കണ്ടാലും സംസാരിക്കാൻ ശ്രമിക്കും. എല്ലാവരും തൻ്റെ മിത്രങ്ങളാണ്. വാപ്പാക്കാകെ ഒരു പണി മാത്രമേ ഉള്ളൂ എന്നാണ് കുട്ടിയുടെ വിചാരം. അങ്ങാടി പോവുക, വരുമ്പോൾ എനിക്ക് കളി സാധനങ്ങളും മഞ്ചും കൊടുന്നുതരാ, വേറെന്താ പക്ക് പണി?
ഉമ്മാക്കാകെ ഒരു പണിയുള്ളൂ, ഇന്നെ കുളിപ്പിക്കുക, എനിക്ക് ഡ്രസ്സ് മാറ്റി തരാ, ചോറ് വാരി തരാ, വേറെന്താ ഉമ്മക്ക് പണി? വാപ്പാക്ക് ഇന്ന നോക്കല്ലാത്ത വേറൊരു പണിയില്ല, ഉമ്മാക്ക് ഇന്ന നോക്കല്ലാത്ത വേറൊരു പണിയില്ല എന്നാണ് കുട്ടി വിചാരിക്കുന്നത്. കുറച്ചിങ്ങനെ വലുതായി 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 വരുന്നതിനനുസരിച്ച് ദുന്യാവിൽ തീരെ വിശ്വാസമില്ലാത്തത് ഉമ്മാനെയും പിന്നെ വാപ്പാനെയായി മാറും. ഒരു 20,000 റുപ്യ ആരേലും തരാണ്ട് ഞാൻ അത് പെരേ കൊടുന്നേരാന്ന് പറഞ്ഞാൽ പിന്നെ ഇജ്ജ് പെരേ കൊടുന്നേരണ്ട, എൻ്റെ പെരേക്കാൻ തിരിനോടുത്ത് ആ പലർക്ക് വീടിയല്ലേ അതിൽ അബ്ദുറഹ്മാൻ്റെ അടുത്ത് കൊടുത്താൽ മതിയെന്ന്. കാരണം വാപ്പാന് വിശ്വാസമല്ല. ഒരു മനുഷ്യന് വരുന്ന മാറ്റാണ് ശരിക്കത്. കുട്ടികൾക്ക് എല്ലാവരെയും വിശ്വാസമായിരുന്നു, എല്ലാവരോടും ചിരിക്കും, എല്ലാവരോടും സംസാരിക്കും, എല്ലാവരും തനിക്ക് വേണ്ടി ജീവിക്കുന്നു, എല്ലാവരും എൻ്റെ മിത്രങ്ങളാണെന്ന് കുട്ടികൾ ചിന്തിക്കുമ്പോൾ ആ കുട്ടി എന്നെ വലുതായി വരുമ്പോൾ എല്ലാവരും എൻ്റെ ശത്രുക്കളാണ് എന്ന് ചിന്തിക്കുന്നു. കേടരാനാണ് കാരണം, നന്നാവാൻ കാരണം വേണ്ട. റബീഉൽ അവ്വൽ 12-ന് മദ്രസ പരിപാടിക്ക് കുട്ടികൾക്ക് ഫസ്റ്റ് കിട്ടി, സെക്കൻഡ് കിട്ടി, സ്വർണ്ണ മെഡൽ കിട്ടി, സർട്ടിഫിക്കറ്റ് കിട്ടി, ബക്കറ്റും കോളാമ്പിയൊക്കെ സമ്മാനം കിട്ടി. വാപ്പ സദസ്സിലിരുന്നിട്ട് പറയും ഓൻ എൻ്റെ കുട്ടിയാണ്. ഒരു മോൻ കുരുത്തക്കേട് കാട്ടി നാട്ടുകാർ കൈവച്ചാ ഓൻ പറയും എന്താപ്പ കാട്ടോ, ഓൻ്റെ കൂട്ടുകാരൊക്കെ അങ്ങനെ ആയി പോയില്ലേ. അല്ല, എൻ്റെ കുട്ടിയായതുകൊണ്ട് തന്നെയാണ് സമ്മാനം കിട്ടിയതും, എൻ്റെ കുട്ടിയായത് തന്നെയാണ് ആൾക്കാർ മേത്ത് കയ്യക്കാണ്ടായ കാരണവും. രണ്ടും എൻ്റെ കുട്ടിയായതുകൊണ്ട് തന്നെയാണ്. ഒന്ന് കൂട്ടുകാരനായതുകൊണ്ടും, എന്നാ പിന്നെ രണ്ടും അങ്ങനെ ആക്കണം. ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല, കൂട്ടുകാരൊക്കെ ഉഷാറായതുകൊണ്ടോ നേരായി, രണ്ടും അങ്ങനെ ആക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. എന്തുകൊണ്ടാണോ കേടുന്നത് അതുകൊണ്ട് തന്നെയാണ് നന്നായത്, എന്തുകൊണ്ടാണോ നന്നാവുന്നത് അത് തന്നെയാണ് കേടുവരുന്നതിൻ്റെ കാരണം. നല്ലത് കേടുവന്നാലാണ് ഏറ്റവും മോശമാകുക. നാട്ടിൽ കല്യാണമുള്ള ദിവസം പള്ളിക്കത്തെ മൂത്രപ്പരയെ പോയി നോക്കിയാൽ ഒരു പ്രത്യേക വാസന വരും. എല്ലാവരും ബിരിയാണി എന്നതാണ് അതിൻ്റെ കാരണം. നല്ലത് കേടുവന്നാൽ വളരെ മോശമായി. കേടുന്നത് പിന്നെയും കേടുവന്ന അത്ര തന്നെ കുഴപ്പമില്ല, നല്ലത് കേടുവന്നാൽ ഭയങ്കര ദുർഗന്ധമായിരിക്കും എന്നതാണ്. അപ്പം നല്ലതാണ് കൂടുതൽ സൂക്ഷ്മത പാലിക്കേണ്ടത്. നല്ലത് കേടുവരാന്ന് പറയുമ്പോൾ ഓതാൻ പോയിട്ട് പിന്നെ കേടുവന്ന പച്ച മോശമാണ്. ആദ്യം തന്നെ ഓതാൻ പോയിട്ടില്ലെങ്കിൽ അത്ര തന്നെ കുഴപ്പമുണ്ടാവില്ല. അതാ ഞാൻ പറഞ്ഞത് നല്ലത് കേടുവരാന്ന് പറഞ്ഞത്. കുറച്ചുകാലം നിക്കരിച്ച് നോലുമ്പോറ്റൊക്കെയാണ് നടന്നുങ്ങാണ്ട് പിന്നാണ്ട് കേടുവന്ന പച്ച മോശമായി. ഹജ്ജിനൊക്കെയാണ് പോയി എന്നുള്ളിടത്തോളം ദോഷമൊക്കെ പൊറത്തിട്ടാണ് വരുന്നത്. പിന്നെ ചങ്ങായി പറ്റ മോശമായി. അതാണ് നല്ലത് കേടുവരാന്ന് പറഞ്ഞത്. അപ്പൊ നല്ലത് കേടുവന്നാ വലിയ മോശമായി. റോട്ടുമെന്ന് വർത്താനം പറഞ്ഞാൽ മോശമാണ്, പള്ളിക്കെന്ന് വർത്താനം പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. അതാണ് നല്ലത് കേടുവരാന്ന് പറഞ്ഞത്. ആകെ നമ്മളൊരു പള്ളിക്കല വെള്ളിയാഴ്ചയുള്ള അങ്ങോട്ട് പോവുക, അത് മോളിൽ കയറിയിരുന്ന് വർത്താനം കൂടിയും പറഞ്ഞാൽ പിന്നെ എന്തിനാ നമ്മളെ പറ്റുക? ആകെ ആ വൈക്ക് പോണത് വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ. وبقيسهم وقتادة من عينه ردت بكف المصطفى الحسناء. രണ്ട് ബദരീങ്ങളാണത്, ഖൈസ് റളിയല്ലാഹു അൻഹു, ഖത്താദ റളിയല്ലാഹു അൻഹു. സയ്യിദുനാ ഖൈസ് റളിയല്ലാഹു അൻഹു, ഖൈസ് 2 പേരുണ്ട്. ഒന്ന് ബദറിൽ പങ്കെടുത്ത ഖൈസുണ്ട്, ബദറിൽ പങ്കെടുക്കാത്ത വേറെ ഖൈസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ആരാണെന്നറിയില്ല. ഏതായാലും ഒരു ഖൈസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിൽ സ്ഥിരമായി വരും, എപ്പോഴും സദസ്സിലുണ്ടാവും. പക്ഷെ മൂപ്പർക്ക് ചെറിയൊരു അസുഖമുണ്ട്, ചെവിക്ക് ചെറുതായിട്ടൊരു കേൾവി കുറവാണ്. അതുകൊണ്ട് ഉറക്ക വർത്താനം പറയും. അവനാന് കേൾക്കണില്ലെങ്കിൽ ഉറക്ക വർത്താനം പറയുമല്ലോ. ചിലർ മൊബൈലൊക്കെ 2 ചെവിയിലും ഇയർഫോൺ വെച്ചിട്ട് വർത്താനം പറയും. അപ്പോൾ ഉറക്കയിക്കാരം പറയാം, നാട്ടുകാരൊക്കെ കേൾക്കുമല്ലോ സ്വകാര്യം, ഫോൺ ചെയ്യിക്കാരം. അതുകൊണ്ട് ഒന്ന് വെച്ചിട്ട് പറഞ്ഞാൽ മതി, എന്നാൽ പിന്നെ ഒന്നുകൂടെ നാട്ടുകാർ കേൾക്കുന്നുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. ചെവി കേൾക്കാത്ത ആൾ ഉറക്ക വർത്താനം പറയും. അപ്പൊ ഖൈസ് റളിയല്ലാഹു അൻഹു ഉറക്ക വർത്താനം പറയുന്ന ആളായിരുന്നു. പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിറങ്ങി, ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബിയ്യി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ബഅദാ അൻ തഹബത അമാലുകും വ അൻതും ലാ തശ്ഉറൂൻ എന്ന ആയത്തിറങ്ങി. ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബിയ്യി, നിങ്ങളാരും മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസം കഴിഞ്ഞു. ഒരിക്കൽ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നമ്മുടെ ഖൈസ് എവിടെ? കുറെ ദിവസമായിട്ട് ഖൈസിനെ കിട്ടില്ലല്ലോ. സഹാബത്ത് പറഞ്ഞു, അള്ളാന്റെ റസൂലേ, ഖൈസ് കുറെ ദിവസമായി പള്ളിയിൽ വരാറില്ല നബിയേ.
സ്വഹാബത്തെ എന്താണ് ഖൈസ് പള്ളിയിൽ വരാത്തത്? മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവർ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല. എന്നാൽ ആരെങ്കിലും 1-2 ആളുകൾ പോയി ഒന്ന് ഖൈസിനെ കൂട്ടിക്കൊണ്ടുവരൂ. സഹാബത്ത് പോയി ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിക്കൊണ്ടുവന്നു. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഖൈസേ, ഏതാനും ദിവസങ്ങളായി നിങ്ങൾ എന്താണ് പള്ളിയിൽ വരാത്തത്? സയ്യിദുനാ ഖൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഉച്ചത്തിൽ സംസാരിച്ചാൽ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന ആയത്തിറങ്ങിയില്ല നബിയേ. ഖൈസിന്റെ ഉള്ളിടത്തോളുള്ള അമല് മുഴുവൻ പോയില്ലേ? ഇഞ്ഞി ഇവിടുന്ന് അങ്ങോട്ടുള്ള അമല് പോകണ്ടാന്ന് കരുതിയിട്ട് ഖൈസ് വരാതിരുന്നതാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖൈസേ, നിങ്ങൾക്ക് രോഗമായതുകൊണ്ട് അറിയാതെ സംഭവിച്ചു പോയതല്ലേ? അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നതായി അറിയിച്ചിട്ടുണ്ട്. അതിന് പുറമെ അള്ളാഹു നിങ്ങൾക്ക് ഒരു ഓഫറും നൽകിയിട്ടുണ്ട്.